കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ സർക്കാരിലും ബന്ധപ്പെട്ട അധികാരികളിലുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂടാൻ പ്രേരിപ്പിച്ചത്. കാരണം സംസ്ഥാന വാർഷിക ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായി സാമൂഹ്യനീതി ലഭിക്കേണ്ട ഭൂമിയിൽ തുല്യതയില്ലാത്ത വിധം ഏറെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന, ഭൂമിയിൽ പ്രത്യേക പരിഗണന അർഹിക്കേണ്ട വിഭാഗം എന്ന നിലയ്ക്ക് ഭിന്നശേഷിക്കാരുടെ ആ മേഖലയ്ക്ക് യാതൊന്നും കേരളത്തിലെ ബഡ്ജറ്റിൽ നീക്കിയിരിപ്പില്ല, നീക്കി വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭിന്നശേഷി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിലൊക്കെ ഇത് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി വലിയ സുപ്രധാനമായൊരു വിഷയം നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നേ ദിവസം പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. പറയാൻ വരുന്ന കാര്യം, ഭൂമിയിൽ ഏറ്റവും അധികം തുല്യതയില്ലാത്ത വിധം ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ നയിക്കുന്നവരാണ് ഭൗതികവും മാനസികവുമായ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാർ. അവരെ പരിചരിക്കുന്ന ഞങ്ങൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള സങ്കീർണവും വലിയ ദുരിതപൂർണമായ ജീവിതമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ ദിവസവും ദൈനംദിനം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കുട്ടികളെ പരിചരിക്കുന്നത് വഴി കടുത്ത മാനസിക സംഘർഷങ്ങളിൽ അകപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങളിൽ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 30 ആളുകളാണ് സ്വയം മരണത്തെ തിരഞ്ഞെടുത്തത്. 30 ആളുകൾ വ്യത്യസ്ത സംഭവങ്ങളിലായി വിവിധ ഈ തിരുവനന്തപുരം ജില്ല അടക്കം സ്വന്തം മക്കളെ മാതാപിതാക്കൾ തന്നെ അറുംകൊല ചെയ്യുകയും മക്കളോടൊത്ത് ചേർന്ന് നിന്നുകൊണ്ട് അവരുമായി കൂട്ട ആത്മഹത്യയും ചെയ്തതിൻ്റെ അനൗദ്യോഗിക കണക്ക് 30 ആളുകളാണ് കേവലം ഈ 4 വർഷത്തിനിടയിൽ. അത് ദൃശ്യ വാർത്താ മാധ്യമങ്ങളിൽ മേഖലയിലുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കേരളത്തിൽ അതിൻ്റെ ഒരു അനൗദ്യോഗിക കണക്ക് പുറത്തുവിട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. ആ നിലയ്ക്കാണ് ഞാൻ കണ്ടെത്തിയ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തയ്യാറാക്കിയ കണക്കാണ് ഈ 30 ആളുകൾ. അതിനപ്പുറത്തേക്ക് നമ്മളറിയാത്ത പല സംഭവങ്ങളും കടന്നു പോയിട്ടുണ്ടാകാം. നമ്മൾ അറിവിൽപ്പെട്ട കണക്കാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ മേഖലയിലെ മനുഷ്യരെ കൂട്ട ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിൻ്റെ പ്രധാന ഘടകം നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലുണ്ടാകുന്ന പ്രതികൂലമായ സാഹചര്യവും അവരെ സംരക്ഷിക്കുന്നത് വഴി തൊഴിലുറപ്പിന് പോലും പോകുവാൻ കഴിയാത്ത അമ്മമാരുടെ പ്രയാസങ്ങളും അവരുടെ കുടുംബങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ ഇതിന് പ്രധാന ഘടകമാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മക്കളെ സാധാരണ മക്കളെ പോലെ തന്നെ ഈ ഭൂമിയിൽ എല്ലാ സമൂഹത്തിന് ചേർത്ത് നിർത്തപ്പെടേണ്ട ഒരു മുഖ്യധാരയിൽ നിർത്തേണ്ട ഒരു വിഭാഗം എന്ന നിലയ്ക്ക്, ഭൂമിയിൽ കൂടുതൽ പരിഗണന ലഭിക്കേണ്ട വിഭാഗം എന്ന നിലയ്ക്ക് ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മളാകെ ആശ്രയിക്കുന്നത് ഇവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ്. ഞങ്ങളെപ്പോലുള്ള ഓരോ രക്ഷകർത്താക്കളും ആശ്രയിക്കുന്നത്. അത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപക ജീവനക്കാരുടെ പ്രധാന പ്രശ്നമാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പകരക്കാരായിട്ടുള്ള ആളുകളാണ് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന അധ്യാപക ജീവനക്കാർ. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഈ ഇത്തരം ഭൗതിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരെ പ്രത്യേക വിദ്യാഭ്യാസ മുറകളിലൂടെ അവരെ പരിശീലിപ്പിക്കുകയും നൈപുണ്യ വികസനത്തിലൂടെ അവർക്ക് അവരുടേതായ തനതായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും കടുത്ത നിലയിലുള്ള പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ബഡ്സ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുമൊക്കെ. എന്നാൽ ഈ മേഖല, ഇത്തരം സ്ഥാപനങ്ങൾ ഇന്ന് കുത്തഴിഞ്ഞ പുസ്തകം പോലെ പല തട്ടിലായി നിലകൊള്ളുകയാണ്. എല്ലാ വർഷവും ഡിസംബർ 3-ാം തീയതി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ആചരിക്കുമ്പോൾ ആ ദിനത്തിൽ മാത്രം ഭിന്നശേഷിക്കാരെ ഓർക്കുകയും ഭിന്നശേഷിക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ ഓർക്കുകയും അത് കഴിഞ്ഞാൽ പാടെ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ മേഖലയിൽ തൊഴിലിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യാപക ജീവനക്കാരാകട്ടെ മറ്റ് പ്രൊഫഷണലുകൾ തിരഞ്ഞെടുക്കാതെ ഈ മേഖല മാത്രം തിരഞ്ഞെടുക്കുന്നത് ഈ കുട്ടികളോടുള്ള പ്രത്യേക കരുണയും മമതയും
സഹാനുഭൂതിയും അനുകമ്പയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവരും സാധാരണ അധ്യാപകരെ പോലെ തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള അധ്യാപക ജീവനക്കാരാണ്. ഡിപ്ലോമയും BEdും സ്പെഷ്യൽ ട്രെയിനിങ്ങും എല്ലാം നേടിയെടുത്തതിന് ശേഷമാണ് കടുത്ത വൈകാരികമായ പെരുമാറ്റം സൃഷ്ടിക്കുന്ന ഈ കുട്ടികളെ ഞങ്ങളെപ്പോലുള്ള രക്ഷകർത്താക്കൾക്ക് സമ്മാനമായി അവരെ പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു വരുന്നു. യഥാർത്ഥത്തിൽ ഒരു ഭിന്നശേഷി കുട്ടിയുടെ നിത്യജീവിതത്തിൻ്റെ പകുതിയിലേറെ സമയം ഈ കുട്ടികളെ പരിചരിക്കുകയും ഞങ്ങൾക്ക് സമാനമായി, ഞങ്ങൾക്ക് പകരക്കാരായി, ഞങ്ങൾക്ക് നിഴലായി ഈ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാവിലെ 9 മണിക്കൊരു കുട്ടിയെ സ്കൂളിലേക്ക് അയച്ചാൽ രാവിലെ അവൻ 7 മണിക്ക് എഴുന്നേറ്റാൽ അല്ലെങ്കിൽ 8 മണിക്ക് എഴുന്നേറ്റാൽ ഇങ്ങനെയുള്ള കുട്ടികൾ താമസിച്ചായിരിക്കും ഉറക്കം എഴുന്നേക്കുന്നത്, മരുന്നുകളുമൊക്കെ കഴിക്കുന്ന കുട്ടികളായതുകൊണ്ട്. അവരെ നമ്മൾ റിസ്ക് എടുത്ത് ഒരുക്കി സ്കൂളിലേക്ക് അയച്ചാൽ ഏകദേശം 4-4:30 മണി വരെ ഈ കുട്ടികളെ ഞങ്ങൾക്ക് പകരക്കാരായി സംരക്ഷിച്ചു കൊള്ളുന്നത് അധ്യാപക ജീവനക്കാരാണ്. എന്നാൽ നാളുകളായി ഇവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ യാതൊരു പുരോഗതിയും ഇല്ലാതിരിക്കുകയും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ത്യാഗോജലമായ പ്രവർത്തനം, പകരം വെക്കാനാകാത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അതിനൊരു സ്ഥിരത ഉറപ്പുവരുത്തുകയും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് വലിയ ആശങ്കയിലൂടെയാണ് കാണുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അത് ഗണ്യമായ ഒരു അതുല്യമായ ഒരു അംഗീകാരം ലഭിച്ചില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു ആത്മാർത്ഥത ഇല്ലാതെ വരും. അത് ഇവിടെയും സൃഷ്ടിക്കപ്പെടുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്, ഞങ്ങളുടെ മക്കളുടെ ഭാവി ഞങ്ങൾക്ക് വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ വിഷയത്തിൽ രക്ഷകർത്താക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ കൈകടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഡ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുമൊക്കെ പല തട്ടിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് നാഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരുമില്ല എന്ന നിലയിൽ കൈമലത്തി കാണിക്കുന്ന ഒരു സമീപനമാണ്. യഥാർത്ഥത്തിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ വരേണ്ട ഈ സ്ഥാപനം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിയുമായി കുലബന്ധം പോലുമില്ലാത്ത ഒരു അതോറിറ്റിയാണ് ഈ ഒരു മേഖലയെ ഇതിന് മേൽനോട്ടം വഹിക്കുവാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം കുടുംബശ്രീ മിഷൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവരുടെ ഞങ്ങളാരും അവരുടെ പ്രവർത്തനങ്ങളെ നിരാകരിക്കുകയോ അല്ലെങ്കിൽ അവർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ തള്ളിക്കളയോ ചെയ്യുന്നതല്ല. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വിലമതിക്കാനാകാത്തത് തന്നെയാണ്. പക്ഷേ ഭിന്നശേഷി മേഖല, ഒരു ഭിന്നശേഷി കുട്ടിയുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ആ കുട്ടിയുടെ നിത്യജീവിതം അല്ലെങ്കിൽ അവരുടെ കുടുംബം അനുഭവിക്കുന്ന തീവ്രത, ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രയാണത്തിന് അവന് വേണ്ടിയുള്ള നൈപുണ്യ വികസനം, അങ്ങനെ പല തരത്തിലുള്ള കടമ്പകൾ കടന്ന് അതിൻ്റെ സൂക്ഷ്മമായി പരിശോധന നടത്തി അതിനുവേണ്ടി പഠനങ്ങൾ നടത്തി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമൊക്കെ നടപ്പിലാക്കേണ്ട ഒരു മേഖലയാണ് ഭിന്നശേഷി മേഖല. എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമൊക്കെ കൈകാര്യം ചെയ്യുന്ന കുടുംബശ്രീ മിഷന് ഭിന്നശേഷി മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഒരു മേഖലയെ കുടുംബശ്രീ മിഷനിലേക്ക് ഏൽപ്പിച്ചു. അതിൻ്റെ പൂർണ്ണാധികാരം, സർവാധികാരം എന്തിനെ ഏൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും അത് പിടികിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുമൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ അധ്യാപക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഇത്തരം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പും പഠന സഹായങ്ങളും മറ്റ് സഹായ പദ്ധതികളുമൊക്കെ കൊടുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഈ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വരേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണാധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുക എന്നതാണ് പ്രധാനമായും ഞങ്ങൾക്ക് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറയുവാനുള്ളത്. കാരണം ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അധ്യാപക ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ വൈകാരികമായ പെരുമാറ്റം എത്രത്തോളം വലുതാണെന്ന് ഞങ്ങൾക്കറിയാം. ചില സന്ദർഭങ്ങളിലൊക്കെ ശാരീരികമായ ആക്രമണങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ആളുകളെ രക്ഷകർത്താക്കളാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിന് സമാനമായ അതിനേക്കാൾ കാഠിന്യമായ ഉപദ്രവങ്ങൾ പോലും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള അധ്യാപക ജീവനക്കാർ കേരളത്തിൽ ധാരാളമായി ഉണ്ട്.
ഞാൻ താമസിക്കുന്ന സ്ഥലത്തുമൊക്കെ പല മേഖലകളിലും. അപ്പോൾ അത്രയും ശാരീരിക പ്രയാസങ്ങൾ നേരിടുമ്പോഴും വളരെ ക്ഷമയോടുകൂടിയും കരുതലോടുകൂടിയും ഇത്തരം കുട്ടികളെ സംരക്ഷിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നം വന്നാൽ ആരെ ബന്ധപ്പെടുമെന്ന് ചോദിച്ചാൽ അവർക്ക് ആരെ ബന്ധപ്പെടാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു അതോറിറ്റി ഇല്ലാത്ത ഒരു മേഖലയായി ഇത് വളരെ തരം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ബഡ് സ്കൂളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്ന അത് സ്ഥലം കണ്ടെത്തി അതിൻ്റെ വേണ്ട ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മറികടന്നുകൊണ്ട് ഈ കുടുംബശ്രീ മിഷൻ വിവിധ തരത്തിലുള്ള മാർഗരേഖകൾ ഒരു നിലയ്ക്കും ആർക്കും അംഗീകരിക്കുവാനോ സമ്മതിച്ചു കൊടുക്കുവാനോ കഴിയാത്ത തരത്തിലുള്ള മാർഗരേഖകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ ഇതിൻ്റെ മാർഗരേഖകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപക ജീവനക്കാരെ കോർത്തിണക്കിക്കൊണ്ട് അവരിൽ നിന്നും അവരുടെ പ്രശ്നങ്ങൾ സ്വരൂപിച്ച് ഒരു കോർഡിനേഷൻ നടത്തി ചർച്ചകൾ നടത്തി പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടത്തി അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് മാർഗരേഖകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലെയും സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ പല വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഓരോ ജില്ലകളിലും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി കെട്ടിടങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ, കെട്ടിടങ്ങളുണ്ടെങ്കിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ, കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ തകരാറുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, ഭക്ഷണശാലകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ, അങ്ങനെ അടങ്ങുന്ന നിരവധി ഒരുപിടി നീറുന്ന പ്രശ്നങ്ങൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയിൽ ഈ കുടുംബശ്രീ മിഷൻ ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്ന മാർഗരേഖ തികച്ചും ഏകപക്ഷീയമായി ആരും അറിയാതെ ഒരു ചർച്ച ചെയ്യാതെ ഒരു വലിയ ഒരു കെട്ട് അടങ്ങുന്ന ഒരു മാർഗരേഖ തയ്യാറാക്കിയിരിക്കുകയാണ്. അതിനകത്ത് പ്രധാനമായും പറയുന്നത് കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് കൃത്യമായി പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരെ, ദീർഘനാളായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള സുപ്രീം കോടതിയുടെ ആ ഒരു ഉത്തരവിനെ പോലും നഖശികാന്തം എതിർത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മാർഗരേഖ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രായപരിധി, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു പ്രായപരിധി മറ്റുള്ള നോർമൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ പോലെയല്ല. ഇവർക്ക് ശാരീരികമായ ക്ഷമത നല്ലതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുവാൻ കഴിയൂ. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററും തമ്മിലുള്ള വ്യത്യാസം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ബഡ്സ് സ്കൂളുകളും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധ്യാപക ഒരു കുട്ടിക്ക് നമ്മുടെ ഇതിനകത്ത് മാർഗരേഖയിൽ പറയുന്നത് 8 കുട്ടികൾ അല്ലേ ടീച്ചറെ? 8 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന അനുപാതമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ നാളുകളായി പറയുന്ന 4 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന അനുപാതമാക്കി തിരുത്തി ഈ നിരവധി ആളുകളാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നേടിക്കൊണ്ട് തൊഴിലില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്ഥിര നിയമനം ഉറപ്പുവരുത്തുകയും ഗണ്യമായി കുട്ടികളുടെ അനുപാതത്തിനനുസരിച്ച് അധ്യാപക ജീവനക്കാരെ ചുമതലപ്പെടുത്തുകയും അതുവഴി ഈ ഇവരുടെ പ്രായ പരിധി എന്നുള്ളത് വെട്ടിക്കുറച്ചുകൊണ്ട് അതിനുശേഷം പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നതിനും, അതുപോലെ തന്നെ അധ്യാപക ജീവനക്കാരോടൊപ്പം തന്നെ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആയമാർ, ഇതിൻ്റെ ഹെൽപ്പർമാർ, അതിനകത്ത് നേരത്തെ മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഹെൽപ്പർമാരെ നിയമിക്കുന്നതിൽ ഭിന്നശേഷിക്കാരുടെ രക്ഷകർത്താക്കളെ കൂടി പരിഗണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരുടെ രക്ഷകർത്താക്കളെയാണ് ഹെൽപ്പർമാരായി പരിഗണിക്കപ്പെടേണ്ടത്. കാരണം ഈ കുട്ടികളെ പരിചരിച്ച് ശീലിച്ചവർ അവരേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിനകത്തൊരു പാർഷ്വാലിറ്റി ഉണ്ടാകും. സ്വന്തം കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ആ കുട്ടിയുടെ അമ്മയെ അവിടെ ഹെൽപ്പറായി നിയമിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു പാർഷ്വാലിറ്റി ഉണ്ടാകുമെന്നുള്ള 2 തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതെങ്കിൽ തന്നെ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റ് സ്കൂളുകളിലേക്ക് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലും ഒരു പുരോഗതി ഉണ്ടാകും എന്നാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പ്രധാനമായും ആവശ്യപ്പെടുവാനുള്ളത്. പിന്നെ ദിവസം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല മന്ത്രിമാർക്കും അവരുടെ PS-നുമൊക്കെ ഞങ്ങൾ നിവേദനം കൊടുക്കുവാൻ അങ്ങോട്ട് കയറുകയാണ്. ഈ വിവരം നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ്.
അതുകൊണ്ട് ഞങ്ങളെ ഇത്രയും നേരം ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് കേവലം ഇതൊരു പ്രാദേശിക വിഷയമായി കാണാതെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള അധ്യാപക ജീവനക്കാരാണ് ഇവർ. ഞങ്ങളുടെ വേദന, ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുടെ വേദന ഞങ്ങളുടെയും വേദനയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരിലുണ്ടാകുന്ന തൊഴിലിൽ ഇവരുടെ ആത്മാർത്ഥത കുറവ് കാണിച്ചാൽ അത് ഞങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും, ഞങ്ങളുടെ മക്കളെ ബാധിക്കും. അതുണ്ടാകാൻ പാടില്ല. ഭൂമിയിൽ കൂടുതൽ പരിഗണന കൊടുക്കേണ്ട വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. ആ ഒരു പരിഗണനയും ആ ഒരു മമതയും ആ കുട്ടികളോട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ കുട്ടികളോട് ഉണ്ടാകണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്